ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലെ ഫാമിലി ലേറ്റസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനായ അൽ ഹാഫിയ ലേക്കിലേക്കാണ്. അൽ ഹാഫിയ ലേക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഷാർജ കൽബ റോഡിലെ ഹായിങ്കാർഡിനോട് അടുത്തായിട്ട് തന്നെയാണ്. ഹായിങ്കാർഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അൽ ഹയാർ ടണർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഹായിങ്കാർഡ് വരിക. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി ഈ അൽ ഹാഫിയ ലേക്കിലേക്ക് എത്താൻ. അൽ ഹാഫിയ ലേക്കിലേക്ക് എൻട്രി ഫ്രീ ആണ്, ഫീസില്ല. അതുപോലെ തന്നെ ലാർജ് ഏരിയയിൽ പാർക്കിങ്ങും ഉണ്ട്, അതും തികച്ചും ഫ്രീ ആണ്. ഈ ലേക്കിന് ചുറ്റിലുമായിട്ട് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ ബെഞ്ചിലിരിക്കാം. കൂടാതെ ഒരു നല്ല റോഡും ഉണ്ട് ഈ ലേക്കിന് ചുറ്റിലുമായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് നമുക്ക് ഈ ലേക്കിന് ചുറ്റിലും പോകാം. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് ഇവിടെയുള്ളത് കുട്ടികൾക്കായിട്ട്. അത് തികച്ചും ഫ്രീ ആണ്. കൂടാതെ ഷെഡഡ് പ്ലേ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ പ്രശ്നമില്ല. ഞങ്ങളിപ്പോൾ വന്നത് ഏകദേശം ഉച്ച 1 മണിയായിട്ടുണ്ട്. എന്നാലും ധാരാളം ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും. ഈദ് വെക്കേഷൻ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളെ ഇവിടെ കാണാൻ സാധിച്ചു. നല്ലൊരു പാർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. പ്ലേ ഏരിയ ഞാൻ പറഞ്ഞു റബ്ബറൈസ്ഡ് ആണ്, അതുകൊണ്ട് കുട്ടികൾ വീണ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ നല്ല ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഇറ്റാലിയൻ ചൈനീസ് ഫുഡുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡോണറ്റ് ബോട്ടുകൾ അല്ലെ പെഡൽ ബോട്ടുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അഫോർഡബിൾ പ്രൈസിൽ എടുക്കാൻ സാധിക്കും. ഈ കാണുന്ന ലേക്കിന് ഏകദേശം 5 മീറ്റർ താഴ്ചയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒത്തിരി പേടിക്കേണ്ട ആവശ്യമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വാട്ടറാണ്. ഫിഷുകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കാണാൻ സാധിക്കും. കുറച്ച് ഫിഷുകളൊക്കെ ഇവർ ഇവിടെ വളർത്തുന്നുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അൽ ഹയാർ ടണലും അതുപോലെ തന്നെ ഹായിങ്കാർഡിനും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ ഒരാൾ ബെഞ്ചിട്ട് ഇരിപ്പുണ്ട്. ഓഫീസൊന്നുമില്ല, ഇവിടെ തന്നെയാണ് പെഡൽ ബോട്ടുകളിലേക്കും ഒക്കെയുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹയാത്ത് റെസ്റ്റ് ഏരിയയിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ഒരു ബോർഡിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ലേക്കിൽ നമുക്ക് സ്വിം ചെയ്യാൻ അലൗഡ് അല്ല. അതുപോലെ തന്നെ ഈ പ്ലേ ഏരിയയിൽ ഫുട്ബോൾ കളിക്കാൻ പാടില്ല. ഇപ്പോൾ കാണുന്ന റോഡ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ റോഡ് ഈ ലേക്കിന് ചുറ്റിലുമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിങ്ങനെ ലേക്കിന് ചുറ്റിലും കാർ കൊണ്ട് പോകാം. 2 വേ ആണ് ഈ റോഡുള്ളത്. അതുപോലെ തന്നെ ഒരു ലാർജ് ഏരിയ ഫ്രീ പാർക്കിംഗ് ഏരിയയും ഉണ്ട്. ഈ റോഡിന് ഏകദേശം 3.1 കിലോമീറ്റർ ഡുവൽ ലൈൻ റോഡാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും വണ്ടിയും കൊണ്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിൻ മാതൃകയിൽ ഉണ്ടാക്കിയൊരു വണ്ടി കാണാൻ സാധിക്കും. ഇതിന് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് ചുറ്റിലും സഞ്ചരിക്കാം. ഇത് കൽവ മുനിസിപ്പാലിറ്റിയുടെ അണ്ടർ വരുന്നതാണ് ഈ അൽ ഹാഫിയ ലേക്ക്. അതും ഒരുപാട് അനുസരിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു വെറൈറ്റി ലേക്കാണ്, അതായത് ഈ ലേക്കിൻ്റെ 4 വശത്തുമായിട്ട് മൗണ്ടനുകളാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലവേഴ്സിനും ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടുത്തെ അൽ ഹാഫിയ ഹൈക്കിംഗ് ട്രയൽസ് ഉപയോഗിക്കാം. അതിന് 11.7 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ള പാത്താണ്. അതിന് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ലെങ്ത്തും ഉണ്ട്, ഡിഫിക്കൽറ്റീസും ഉണ്ട്. ഇപ്പോൾ കാണുന്ന റെസ്റ്റോറൻ്റ് ആണ്, അതിനോട് ചേർന്ന് തന്നെ ഒരു മോസ്കും ഉണ്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് സ്വാദിഷ്ടമായ ഫുഡുകൾ കഴിക്കാം. അതുപോലെ തന്നെ ഷട്ടഡ് ഏരിയ ആണ് പ്ലേയിങ് ഏരിയ, അപ്പോൾ കുട്ടികൾ മടുക്കത്തുമില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഉച്ച സമയത്ത് പോലും ഒത്തിരി കുട്ടികൾ ഇവിടെ കളിക്കുന്നത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഹായിങ്കാർഡ് കാണാൻ വരുമ്പോൾ ഈ ഒരു ഏരിയയും കൂടെ വിസിറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.